നമസ്കാരം. നല്ല സാമ്പാറും അവിയലും തോരനും കൂട്ടി ഉച്ചയ്ക്കൊരു ഊണ് കഴിക്കുമ്പോൾ വൈറ്റമിനും പ്രോട്ടീനും ഒപ്പം കീടനാശിനികൾ കൂടി ഭക്ഷിക്കുന്നവരായി നമ്മൾ മലയാളികൾ മാറിയിട്ട് കാലം കുറേയായി. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും അരിയായും പച്ചക്കറിയായും ഫലവർഗ്ഗങ്ങളായും വിഷം നമ്മുടെ ആമാശയങ്ങളിലേക്ക് പ്രവഹിക്കുന്നു. വിഷരഹിത ഭക്ഷണത്തിനായി നമ്മൾ മുറവിളി കൂട്ടി തുടങ്ങിയിട്ടും കാലം കുറച്ചായി. എന്നാൽ വളരെ നിശബ്ദമായി സംസ്ഥാനത്തൊട്ടാകെ സുരക്ഷിത ഭക്ഷണത്തിനായി ഒരു യജ്ഞം നടക്കുന്നുണ്ട്. സംഘകൃഷിയിലൂടെയും ആടുഗ്രാമത്തിലൂടെയും ക്ഷീരസാഗരത്തിലൂടെയും ഒക്കെ ഈ വിപ്ലവത്തിന് ചുക്കാൻ പിടിക്കുകയാണ് കുടുംബശ്രീ. കുടുംബശ്രീ വനിതകൾ മാറ്റുരയ്ക്കുന്ന പുതിയൊരു വേദി ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലെ ഇത്തിക്കരയാറിന്റെ തീരത്തുള്ള കാർഷിക ഭൂമിയാണ് പൂയപ്പള്ളി. ഇവിടെയുള്ള 50% സ്ത്രീകൾ കശുവണ്ടി വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം പൂയപ്പള്ളി CDSനെ ദൂരദർശന്റെ പ്രൗഢഗംഭീരമായ ഈ വേദിയിലേക്ക്. പൂയപ്പള്ളി CDS മൊത്തം ADS 16, അയൽക്കൂട്ടം 225, BPL അംഗങ്ങൾ 2550, APL അംഗങ്ങൾ 1245, SC അംഗങ്ങൾ 672, ST അംഗങ്ങൾ ഇല്ല. പൂയപ്പള്ളിയുടെ സമഗ്ര വികസനത്തിനായി അഹോരാത്രം പ്രയത്നിക്കുന്ന ഈ വനിതാ കൂട്ടായ്മയെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് ലളിത. ഞാൻ കർഷക സഹായ കേന്ദ്രം കൺവീനറായി പ്രവർത്തിക്കുന്നു. എന്റെ പേര് ഗീതാ വാമനൻ. ഞാൻ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആണ്. എന്റെ പേര് സുധർമ്മ സത്യൻ. ഞാൻ മുൻ ചെയർപേഴ്സൺ. എന്റെ പേര് ജയ രാജേന്ദ്രൻ, കുടുംബശ്രീ അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും. എന്റെ പേര് ജെസ്സി റോയ്. ഞാൻ പഞ്ചായത്ത് അംഗവും കുടുംബശ്രീയിലെ ADS അംഗവുമാണ്. വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ നിവേദിത P ഹരൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദു PS, തിരൂർ സംസ്കൃത സർവകലാശാല കേന്ദ്രം അധ്യാപികയും എഴുത്തുകാരിയുമായ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ. പൂയപ്പള്ളിയിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ പദ്ധതികളും പ്രവർത്തനങ്ങളും വിശദമായി നമുക്കറിയാം. ചർച്ചയിലേക്ക്. വലിയൊരു കുടുംബവുമായിട്ടാണ് വന്നിട്ടുള്ളത് ചെയർപേഴ്സൺ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വലിയൊരു കുടുംബത്തെ, നിങ്ങളുടെ പ്രവർത്തനത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത്? സംഘകൃഷി, അതോടൊപ്പം തന്നെ സമഗ്ര ആട് വളർത്തൽ, പിന്നെ നമ്മുടെ ബ്രാൻഡഡ് നെയിമില് സോപ്പ് നിർമ്മാണമുണ്ട്. ബ്രാൻഡഡ് തന്നെ. എന്താ ബ്രാൻഡിന്റെ പേര്? ഓർക്കിഡ്. ഓർക്കിഡ്. അതോടൊപ്പം തന്നെ വാഷിംഗ് പൗഡർ അത് തന്നെ. പിന്നെ ലോഷൻ ആ യൂണിറ്റിന്റെ തന്നെയാണ്. പിന്നെ ചന്ദനത്തിരിയും ആ യൂണിറ്റിന്റെ തന്നെയാണ്. അതെ. പിന്നീട് കൊപ്ര സംഭരണമുണ്ട്, വെളിച്ചെണ്ണ. നമുക്ക് ഈ ആദ്യം ഈ ചിത്രങ്ങൾ ഒന്ന് കാണാം, ഈ ഡോക്യുമെന്ററി ഒന്ന് കണ്ടിട്ട് പിന്നെ നമുക്ക് ചർച്ച തുടരാം. ശരി. പൂയപ്പള്ളി CDS നടത്തിവരുന്ന സംഘകൃഷിയുടെ ദൃശ്യങ്ങളാണ് ഇനി പ്രേക്ഷകർക്ക് മുൻപിലെത്തുന്നത്. കൃഷിക്കാഴ്ചകളിലേക്ക്. കൊല്ലം ജില്ലയുടെ കാർഷിക ഭൂമിയാണ് പൂയപ്പള്ളി. കൃഷിയോട് ആഭിമുഖ്യമുള്ള വളരെയധികം ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശം. എന്നാൽ കാർഷിക ചെലവ് വർദ്ധിച്ചതും തൊഴിലാളികളുടെ അഭാവവും മറ്റും കർഷകരെ കൃഷിയിൽ നിന്നും അകറ്റി. അങ്ങനെ പൂയപ്പള്ളിയിലെ കൃഷിയിടങ്ങൾ തരിശുനിലങ്ങളായി. തരിശുനിലങ്ങളെ സംഘബോധം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും കതിരണിയിച്ച കഥ പറയുകയാണ് പൂയപ്പള്ളിയിലെ സംഘകൃഷി ഗ്രൂപ്പുകൾ.
മൊത്തം 48 ഗ്രൂപ്പുകളിലായി 246 വനിതാ കർഷകരാണ് ഇവിടെയുള്ളത്. അംഗങ്ങൾക്ക് കൃഷിഭവന്റെയും മറ്റും സഹകരണത്തോടെ വിദഗ്ധ പരിശീലനങ്ങളും ഒപ്പം സാമ്പത്തിക സഹായങ്ങളും കുടുംബശ്രീ ലഭ്യമാക്കി. എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ഭർത്താവില്ല, ക്യാൻസർ രോഗിയായ ഒരമ്മ, 2 മക്കള്, മോൻ പോളിടെക്നിക്കിന് പഠിക്കുന്നു, മോൾ 9. അല്ലാതെ എനിക്ക് നട്ടലിന് ഓപ്പറേഷൻ ചെയ്തതാ, വേറെ പണിക്കൊന്നും പോകാൻ വയ്യ. എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നോക്കുന്നുണ്ട്. പിന്നെ ആശ്രയയിൽ ഉണ്ട് ഞാൻ. 50 സെന്റിൽ പയർ, 50 സെന്റിൽ പാവൽ, 25 സെന്റിൽ ചീര, 25 സെന്റിൽ വെള്ളരി എന്നിങ്ങനെയാണ് ഇവർ പച്ചക്കറി കൃഷി നടത്തുന്നത്. കൂടാതെ മരച്ചീനിയും വാഴയും ഇവർ കൃഷി ചെയ്യുന്നു. പിന്നോക്ക വിഭാഗങ്ങളിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനുതകുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് CDS നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കൃഷിയിൽ താൽപര്യമുള്ള വനിതകളെ സംഘടിപ്പിച്ച് പ്രത്യേകം സംഘകൃഷി യൂണിറ്റുകളും ആരംഭിച്ചിട്ടുണ്ട്. 7 ഏക്കറിലോളം വാഴ, പച്ചക്കറി, ചേന, ഇഞ്ചി തുടങ്ങിയവ കൃഷി ചെയ്യുന്ന ജ്യോതി ഗ്രൂപ്പ് ഇവയിലൊന്നാണ്. ജൈവ കൃഷിയാണ് ഇവർ നടത്തുന്നത്. ഞാൻ ജ്യോതി സംഘത്തിലെ ഉള്ള ഞങ്ങളുടെ ഗ്രൂപ്പിൽ 6 പേരുണ്ട്. പിന്നെ നന്ദനം ഗ്രൂപ്പിലും അതുപോലെ 6 പേരുണ്ട്. പിന്നെ ഞങ്ങൾ രാവിലെ എല്ലാവരും പാടത്തിറങ്ങും. അത് കഴിഞ്ഞിട്ടാണ് വീട്ടിലെ ജോലികളൊക്കെ നോക്കുന്നത്. ഞങ്ങളിപ്പം ചെയ്യുന്ന കൃഷി വാഴയുണ്ട്, ചേന, പയർ, പാവൽ, പിന്നെ ചീര, മരച്ചീനി എന്നീ ഇനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ അതിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. തരിശുഭൂമികളിൽ കാർഷിക സമൃദ്ധിയുടെ നൂറുമേനി വിളയിക്കുകയാണ് ഇവർ. കാർഷിക അഭിവൃദ്ധിയോടൊപ്പം ഒരു നാടിന്റെ മുഴുവൻ ഭക്ഷ്യസുരക്ഷയും ഈ കൈകളിൽ ഭദ്രമാണ്. ഇവർ നമുക്ക് മാർഗദീപമേകട്ടെ. പറയൂ, എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ? ഒറ്റയ്ക്ക് ഉള്ള കൃഷികളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അത് കഴിഞ്ഞ് കുടുംബശ്രീന്നൊക്കെ അതുവഴി നല്ല പൈസകളൊക്കെ കിട്ടുകയും പിന്നെ അത് കഴിഞ്ഞ് കുടുംബശ്രീ വഴി യൂണിറ്റ് കൃഷി സംഘ ഗ്രൂപ്പുകൾക്കായി ഞങ്ങൾ ആശ്രയിലുള്ള ആളിനെയും വരെ സുഖമില്ലാത്തൊരു വെച്ച് ഞങ്ങൾ 4 പേര് കൂടി ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച് പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 7 ഏക്കറോളം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്നത്? പാവല്, പയറ്, ചീര, എല്ലാ ഐറ്റങ്ങളും ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ജൈവ കൃഷിയാണെന്ന് പറഞ്ഞു, തണലുമായിട്ട് സഹകരിക്കുന്നുവെന്ന് ഈ ബ്രോഷറിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ കീടങ്ങളെയൊക്കെ, കാരണം പ്രത്യേകിച്ചും പാവൽ കൃഷിയിലൊക്കെ വളരെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്, പൂ വരുമ്പോൾ കീടം വരും. അപ്പൊ ഈ ജൈവ രീതിയിൽ എങ്ങനെയാണ് അതിനെ നമ്മൾ? ജൈവ കൃഷി ജൈവ രീതിയിൽ എന്ന് പറയുന്നത് ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, PGR2 ഇവ ആണ് അടിസ്ഥാന വളമായിട്ട് ചെയ്യാറുള്ളത്. നന്നായിട്ട് നടത്താൻ ആധുനിക രീതി ജൈവ മാതൃകയിൽ നടത്താനായിട്ട് പരിശീലനം ലഭിച്ചിട്ടുണ്ടോ? മറ്റു സാങ്കേതികമായിട്ടുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വിവിധ പരിശീലനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ കുടുംബശ്രീക്ക് എന്താണ്? തണൽ എന്ന സംഘടനയുടെ ഡയറക്ടർ ഉഷ മാഡം ആണ് അവിടെ വന്ന് ജൈവ വൈവിധ്യവും അതിന്റെ വിത്ത് സംസ്കരണ രീതികളെ കുറിച്ചുമൊക്കെ ക്ലാസ്സുകൾ എടുത്തു. കൃഷിക്കാർക്കും അതോടൊപ്പം തന്നെ ബാലസഭ കുട്ടികൾക്കും പിന്നെ അവരുടെ ക്ലാസ്സുകൾ ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ വിവിധ പരിശീലനങ്ങൾ നമ്മുടെ വെള്ളായണി കാർഷിക കോളേജിലെ പ്രൊഫസർ രാജാമണി സാറിന്റെ ക്ലാസ്, അതോടൊപ്പം തന്നെ ഡോക്ടർ അബ്ദുൽ വഹാബ് സാറിന്റെ ക്ലാസ്, അങ്ങനെ നിരവധി ക്ലാസ്സുകൾ ഈ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് കൃഷിഭവന്റെ സഹായം കിട്ടും. കൃഷിഭവനും ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഇതിൽ ഫോട്ടോ വന്നില്ലാന്നുണ്ട്, നെൽകൃഷിയുണ്ട്. 10 ഏക്കറോളം നെൽകൃഷിയുണ്ട്. അതിന്റെ 2 ഗ്രൂപ്പുകാർ സംയോജിതമായി ചേർന്നുകൊണ്ടാണ് നടത്തുന്നത്. 10 ഏക്കറോളം. ഞങ്ങൾ അപ്പൊ 8 പേര്. പിന്നെ വരമ്പ് കോരാനും മറ്റുമൊക്കെ പുരുഷന്മാരുടെ സഹായം കിട്ടാറുണ്ട്. പാടശേഖര സമിതി സഹായിക്കുന്നുണ്ട്. പുരുഷന്മാരുടെ സഹായം പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ പുരുഷന്മാരാണോ അതോ കൂലിക്ക് ആളെ വെക്കാണോ? അല്ല, കുടുംബത്തിലെ കൃഷിക്കാർ, നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരൊക്കെ കൃഷി ചെയ്തിരുന്ന കുടുംബങ്ങളിലെ അംഗങ്ങളാണ്. പിന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ ജോലി ചെയ്തിരുന്നോണ്ട് ഇവർക്ക് ഇത്തിരൂടെ എബിലിറ്റി ഉണ്ട് അത് ചെയ്യാനുള്ള. ഈ 10 ഏക്കറിൽ എന്ത് വിത്താണ് ഇട്ട്? ഉമ.
അതിനിപ്പോ എങ്ങനെ ഇത് ആർക്കാ വെക്കുന്നത് വിള? ഇത് ഞങ്ങൾ ഇപ്പം വെക്കുന്നത് സിവിൽ സപ്ലൈസിലേക്കാണ്. ഓ, ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ട് കൃഷിഭവൻ വഴി, കൃഷി ഓഫീസ് വഴി അങ്ങനെ. എന്ത് വിത്താണ്? ഉമ തന്നെയാണോ? ഉമയല്ല, ഞങ്ങൾക്ക് ലക്ഷ്മിയാ. ലക്ഷ്മി. ലക്ഷ്മി നല്ല വിളവുണ്ടോ? നല്ല വിളവാ, കച്ചിയും വളരും, നല്ല നിലവും, നെല്ല് തൂക്കി കൊടുക്കാൻ നല്ല ഭാരവും ഉണ്ടാ നെല്ലിന്. ഉമയേക്കാൾ ആരോഗ്യവതിയാണ് ലക്ഷ്മി. ശരി. ഉമ്മയ്ക്ക് കച്ച് വളരത്തുമില്ല, അതിന് നെല്ല് അത്ര ശക്തിയും പോരാ അതിന്. അതെ. അപ്പൊ കുറച്ച് ലക്ഷ്മി ഇവർക്ക് കൊടുത്താൽ എന്താ? അല്ല, നല്ല വിത്തല്ലേ? നല്ല വിത്താ. കുടുംബശ്രീയിൽ വരുന്നതിന് മുൻപ് എന്താ ചേച്ചി ചെയ്തിരുന്നത്? കുടുംബശ്രീ വരുന്നതിന് മുമ്പിട്ട് ഞങ്ങൾ നിരത്തി ഇറങ്ങി എല്ലാ കൃഷികളും ഞങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മളെ കുടുംബശ്രീ വന്നതിന് ശേഷം ഈ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് കൃഷി ഓഫീസിൽ നിന്നും. അതേപോലെ തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായി? ഒരുപാടെന്ന് പറഞ്ഞാൽ പിന്നെ വിത്ത്, പിന്നെ വളം, പിന്നെ ഇത് പൂട്ടുകൂലി, ഇത്ര നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണ് കുടുംബ പശ്ചാത്തലം? കുടുംബത്ത് ഞാൻ, പിന്നെ ഭർത്താവ്, 3 മക്കളും ഉണ്ട്. അപ്പൊ മക്കളെന്ന് വെച്ചാൽ 2 പേരെ വിവാഹം കഴിച്ച്, പിന്നെ ഈ നെൽകൃഷിയിൽ നിന്നും ഈ പാലിന്റെ ഉൽപാദനത്തിൽ നിന്നാണ് ഞാൻ എന്റെ മക്കളെ 3 മക്കളെയും പഠിപ്പിച്ചത്. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഭർത്താവ് എന്ത് ചെയ്യുന്നു? കൃഷിപ്പണി തന്നെ, എനിക്കൊപ്പം വയലിൽ വരും. എല്ലാം അതുപോലെ തന്നെ പാല് കറക്കാനും എല്ലാം എന്നെ സഹായിക്കുന്നുണ്ട്. ഇത് ഈ പാട്ടത്തിനടുത്ത് ചെയ്യുന്നതിന് മുമ്പ് എന്ത് പണി ചെയ്തു? പാട്ടത്തിനടുത്ത് മുമ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൃഷിപ്പണി തന്നെ ആയിരുന്നു. അത് പാടത്ത് കൃഷിക്ക് പോകും? ഉണ്ട്. അത് ശരി. ഇപ്പൊ എന്താ വ്യത്യാസം നിങ്ങൾക്ക്? ഇപ്പം വ്യത്യാസം എന്ന് വെച്ചാൽ ഞാൻ ഈ കുടുംബശ്രീയിൽ വന്നതോടെ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ല, പിന്നെ ഇപ്പം ഇവിടെ തന്നെ ഈ സദസ്സിൽ വന്നിരുന്ന ഇത് പറയാനുള്ള ഒരു ഉന്മേഷം എനിക്കുണ്ട്. മറ്റത് പുറത്തിറങ്ങി അത് കാണാനുണ്ട്. നല്ല ഉന്മേഷമുണ്ട്. അത് വലിയൊരു കാര്യമാണ്. തൊഴിലുറപ്പില്ലേ? പറയൂ, തൊഴിലുറപ്പിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റി? 100 ദിനം തികഞ്ഞവർ തന്നെ പിയപ്പിളി പഞ്ചായത്തിൽ 60 കുടുംബങ്ങൾക്ക്. 60 കുടുംബങ്ങൾ അല്ലാതെ പിന്നെ ഏതാണ്ട് 60 കുടുംബങ്ങൾക്ക് 100 ദിവസം കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് സാറേ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നേരത്തെയൊക്കെ ആണെങ്കിൽ നേരത്തെ ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഈ സാമ്പത്തിക ജൂൺ തൊട്ടാണ് ഞങ്ങൾക്ക് ജോലി കിട്ടാൻ തുടങ്ങിയത്. അതെന്ന് വെച്ചാൽ ആരും മുൻകൈ എടുത്ത് മുന്നോട്ട് വന്നിരുന്നില്ല. അതിരുപോരൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് വരുന്നതെന്ന് വെച്ചാൽ സ്ത്രീകളാണ്, പുരുഷന്മാർ കുറവാണ്. അന്നേരം സ്ത്രീകൾ എങ്ങനെ അതിരുപോരും എന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേന് അവിടെ ഞാൻ നേരത്തെ തന്നെ വർഷങ്ങൾ കൊണ്ട് അന്ന് തുടക്കം മുതലേ ഞാൻ ഈ തൊഴിലുറപ്പ് പദ്ധതി ജോലിക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയും പിന്നെ മേറ്റും കൂടൊക്കെയാണ്. അപ്പോഴും എന്നെ അവിടെ നിന്ന് അന്ന മെമ്പർ എന്ന് പറഞ്ഞ ഒരു വാർഡ് മെമ്പർ, അവർക്ക് ആദ്യമേ ഇതിൻ്റെ ഈ അതിരുപണി അവർ കോരിയിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങൾക്കൊരു ഉന്മേഷം തന്നു. കാര്യം ഇവരും ആ പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥരും ആകെ വിഷ്ണരായി ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അവർ ഉന്മേഷം തന്നപ്പോൾ ഞാൻ വാർഡിൽ ഇറങ്ങി. എന്ന് വെച്ചാൽ ഇതിലെന്ന് വെച്ചാൽ BPL-ഉം SC-യും ഉന്മേഷം തന്നെന്ന് വെച്ചാൽ നിങ്ങൾ ഇറങ്ങിയാൽ, അതായത് നിങ്ങളുടെ വാർഡിൽ പ്രഭാവവും മറ്റുള്ളവരും കൂടി ഇറങ്ങിയാൽ മറ്റുള്ള വാർഡും അത് കണ്ടുപിടിക്കും. അതേപോലെ ചെയ്യുന്ന ജോലി എത്ര അളവാണ് അവർ ചെയ്തത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതിന് പോരാൻ സ്ത്രീകൾക്ക് സാധിക്കും ഉറപ്പ് തന്നെ സാറേ. കാര്യം പുരുഷന്മാരെ കോരുന്നതിനെക്കാട്ടിൽ നല്ല രീതിയിൽ തന്നെ സ്ത്രീകൾ കോരുന്നുണ്ട്. അതിര് കോരുക ഈ വരമ്പ് ഉണ്ടാക്കൽ തന്നെയാണോ? കയ്യാല അതിര് കോരുന്നത്. മറ്റേ നിങ്ങളുടെ സഹോദരിമാരെന്ത് ചെയ്യുന്നു? ഞങ്ങളുടെ അങ്ങനെ പിന്നെ അങ്ങനെ ഇരിക്കെ ഈ ആദ്യമേ തന്നെ എന്റെ ചേട്ടത്തിക്ക് ഒരു കല്യാണാലോചന വന്നു. സ്ത്രീധനം വേണ്ട എന്നുള്ള ഇതിൽ എന്റെ ഒരു ചേട്ടൻ വന്നു. അന്ന് കൊടുത്തതെന്ന് വെച്ചാൽ 2 പവനും കല്യാണ ചെലവിന് 10,000 രൂപയും 20 സെന്റ് പുരയിടവും അവർക്ക് എഴുതി കൊടുത്തു. ആ ചേട്ടൻ എന്റെ രണ്ടാമത്തെ ചേട്ടത്തേക്ക് തിരിച്ചെഴുതി കൊടുത്തു. ഈ ചേട്ടന്റെ പ്രവർത്തനം കണ്ട രണ്ടാമത്തെ ചേട്ടൻ ഇളയാളായ എനിക്ക് എഴുതി തന്നു. നല്ല ആൾക്കാരെ കിട്ടി. ഞങ്ങൾക്ക് സ്വത്തും പണവും ഒന്നുമല്ല, ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങളുടെ പുരുഷന്മാർ പാവങ്ങളാണ്. അതാണ് അതിന്റെ ഒരു വലിയൊരു നേട്ടം എന്ന് പറയുന്നത്. അപ്പച്ചൻ കുടി ഞാൻ ഈ രംഗത്തൊക്കെ വന്നപ്പോഴത്തേന് അപ്പച്ചൻ കുടി നിർത്തി. കൃഷിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പച്ചന് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുമായിരുന്നു. കൃഷി ചെയ്ത് കുടി നിർത്തി 1 വർഷം തികഞ്ഞില്ല. നല്ല സ്വയമേ എന്റെ ഇതുപോലെ പ്രവർത്തനം കണ്ടും എടുത്തും കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ നിന്നു. എന്റെ 27ാമത്തെ വയസ്സിലാണ് എന്റെ കല്യാണം. പ്രതിഷേധിച്ചു എന്ന് വെച്ചാൽ ആണെന്ന് പറയുന്നില്ലാത്തോണ്ട്
അപ്പച്ചൻ കുടിച്ചിട്ട് എവിടെയെങ്കിലും വീണ് കിടന്നാൽ അപ്പച്ചനെ താങ്ങേണ്ട ജോലി എനിക്കായിരുന്നു. അവിടുന്ന് ഏത് റോഡിൽ കിടന്നാലും ഞാൻ പറഞ്ഞു, കുന്നുംപുറമാണ് ഞങ്ങളുടെ വീട്, അവിടുന്ന് അപ്പച്ചനെ കൊണ്ടുവരണമെങ്കിൽ ആ ഇടവഴി കൂടെ കൊണ്ടുവരണം. അങ്ങനെ അന്നേ ഞങ്ങൾ പറഞ്ഞു കുടി നിർത്തുകയാണെങ്കിലേ കല്യാണം കഴിക്കാൻ. അങ്ങനെ അന്ന് തന്നെ 1 വർഷം കൊണ്ട് കുടി നിർത്തി വെച്ചിരുന്നു. പിന്നെ കൂട്ടുകാർ താമസിക്കത്തില്ലല്ലോ, പിന്നെ ഇടയ്ക്ക് പിന്നെയും കുടി തുടങ്ങി. പിന്നെ എന്തായാലും നല്ല രീതിയിൽ തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹം അപ്പച്ചന് വന്നു. ഭർത്താവ് തട്ടിന്റെ പണിയാ സാറേ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും കൂടിയുണ്ട്, നമുക്ക് ആടുഗ്രാമമുണ്ട്, അതുകൂടി കണ്ടിട്ട് തുടരാം അല്ലേ? കുറഞ്ഞ കാലം കൊണ്ട് മികച്ച വരുമാനം ലക്ഷ്യം വെച്ച് പൂയപ്പള്ളി CDS ആരംഭിച്ച പദ്ധതിയാണ് ആടുഗ്രാമം. നമുക്ക് ഈ പദ്ധതിയുടെ ദൃശ്യങ്ങളൊന്ന് കാണാം. അമ്മിണിയമ്മയ്ക്ക് 14 ആടുകളുണ്ട്. ഇവയിൽ ഈ കുഞ്ഞാടുകളോടാണ് അമ്മിണിയമ്മയ്ക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടം. 2014 പൂയപ്പള്ളി CDS ആടുഗ്രാമം പദ്ധതി ആരംഭിച്ചത്. 10 ഗ്രൂപ്പുകളിലായി മൊത്തം 51 കുടുംബങ്ങൾ ആടുവളർത്തലിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തുന്നു. ഇവയിൽ കൃപ, ചമയം, മേധ, അനശ്വര എന്നിവ SC ഗ്രൂപ്പുകളാണ്. അമ്മിണിയമ്മ കൃപ ഗ്രൂപ്പിലെ അംഗമാണ്. കൃപ ഗ്രൂപ്പിൽ അമ്മിണിയമ്മ കൂടാതെ 4 വനിതകൾ കൂടിയുണ്ട്. കൂടുതലും മലബാറി ആടുകളെയാണ് ഇവർ വളർത്തുന്നത്. പദ്ധതി തുടങ്ങിയപ്പോൾ അമ്മിണിയമ്മയ്ക്ക് 5 ആടുകളെ ഉണ്ടായിരുന്നുള്ളൂ. പെറ്റുപെരുകി ഇപ്പോൾ അവ 18 എണ്ണമായി. ഇടയ്ക്ക് ചില അത്യാവശ്യങ്ങൾ വന്നപ്പോൾ അമ്മിണിയമ്മ 4 കുഞ്ഞാടുകളെ വിറ്റു. അത്യാവശ്യം നല്ല തുകയും കിട്ടി. 12 വർഷമായി കുടുംബശ്രീ കൂടിയിട്ട് ഈ ആടുഗ്രാമം കിട്ടുന്നതിന് മുമ്പ് എനിക്ക് ആടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ആടുഗ്രാമത്തിൽ ആടിനെ കൊടുക്കുന്നെന്ന് ഞങ്ങളുടെ കുടുംബശ്രീയിലെ പ്രഭാബാബു പറഞ്ഞു. അങ്ങനെ എൻ്റെ പേര് ചേർത്തു. ഞങ്ങൾ പഞ്ചായത്തിൽ പോയി 3 ദിവസം ക്ലാസ് എടുത്ത് അതിന് ഞങ്ങൾക്ക് വളർത്തുന്ന രീതിയൊക്കെ പറഞ്ഞു തന്നു. പിന്നീട് 3 ദിവസം കൊട്ടിയത്ത് പോയി 3 ദിവസം അവിടെ നിന്ന് ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് അതിനെ വളർത്തുന്ന രീതിയൊക്കെ പറഞ്ഞു തന്നു. തീറ്റ കൊടുക്കുന്ന എല്ലാം പറഞ്ഞു തന്നു. പിന്നീട് ബാങ്കിൽ നിന്ന് ലോണ് തന്നു. ഞങ്ങൾ അങ്ങനെ ലോൺ വാങ്ങിച്ച് 5 ആടിനെയും കുട്ടികളെയും വാങ്ങിച്ച് അതിൽ നിന്ന് ലാഭം കിട്ടും. കുട്ടികളുണ്ടായി 4 കുട്ടികളെ വിറ്റു 12,000 രൂപയ്ക്ക് കൊടുത്ത്. ഞങ്ങൾ ഈ ആടിനെ വളർത്തി ഉള്ള ജീവിതം ഞങ്ങൾക്കുള്ളത്. വരുമാനം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പാല് വിറ്റ് കുറേ ഇച്ചിരി അല്പം ലാഭമൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ ശേഖരിച്ച് വെച്ച് ഇങ്ങനെ ഓരോ ഉപജീവനങ്ങൾ കഴിയും. MSc കഴിഞ്ഞ് B.Ed പഠിക്കുന്ന സൗമ്യ പഠനച്ചിലവിനാവശ്യമായ മുഴുവൻ തുകയും ആടുവളർത്തലിൽ നിന്നും കണ്ടെത്തുന്നു. പഠിക്കാൻ ഏറെ ഉള്ളപ്പോഴും തന്റെ പ്രിയപ്പെട്ട ആടുകൾക്കായി സമയം സൗമ്യ മാറ്റിവെക്കുന്നു. കുടുംബശ്രീയിലൂടെയാണ് എനിക്ക് ഈ ആടിനെ കിട്ടിയത് തന്നെ. ആടുഗ്രാമം പദ്ധതിയിലുള്ള ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിലൊക്കെ ഞാൻ ചേർന്ന് അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ആടിനെ കിട്ടിയത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബശ്രീയിലെ ചെയർപേഴ്സണും മറ്റ് അംഗങ്ങളെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഇത്ര ആടിന് എല്ലാവരും വിചാരിക്കും 15 ആടൊക്കെ ആയിട്ട് എന്തുകൊണ്ട് വിൽക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ കാണും. പക്ഷേ ഒരുമിച്ചൊരു വിൽക്കുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു എമൗണ്ട് കിട്ടും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 15 ആടിനെയൊക്കെ അല്ലെങ്കിൽ ഒരു 10 ആടിനെ ഒരുമിച്ച് വിൽക്കുമ്പോൾ അത്രത്തോളം നല്ലൊരു ലാഭം കിട്ടും. അതിലൂടെ ഇപ്പൊ എൻ്റെ ഒരു ഭാവി ജീവിതത്തിനായാലും എൻ്റെ കുടുംബത്തിനായാലും നല്ലൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. MLT കഴിഞ്ഞ നീതുവും അയൽക്കൂട്ടം അംഗമാണ്. പ്രതീക്ഷ ഗ്രൂപ്പിലെ അംഗമായ നീതുവിന് 12 ആടുകളുണ്ട്. ആടുഗ്രാമം പദ്ധതിയിലെ മറ്റൊരംഗമാണ് അമ്പിളി. ഇപ്പോൾ 13 ആടുകൾ അമ്പിളിക്കുണ്ട്. ഡ്രൈവറായിരുന്ന ഭർത്താവിന് കണ്ണിന് അസുഖം ബാധിച്ചപ്പോൾ ജീവിതം താളം തെറ്റിയ അമ്പിളിക്ക് സഹായകമായത് കുടുംബശ്രീയുടെ ആടുഗ്രാമം പദ്ധതിയാണ്. ഇന്ന് മാനസിക വൈകല്യമുള്ള അമ്മായിയപ്പനും ഹൃദ്രോഗിയായ അമ്മായിയമ്മയും ഭർത്താവും മക്കളുമടങ്ങുന്ന വലിയൊരു കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നതിന് അമ്പിളിക്ക് തുണയാവുകയാണ് ആടുഗ്രാമം പദ്ധതി. ആടുവളർത്തലിലെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി സ്ത്രീകൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാക്കുകയാണ് ആടുഗ്രാമം പദ്ധതിയിലൂടെ പൂയപ്പള്ളി CDS. സൗമ്യ വളരെ വിജയകരമായൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എങ്ങനെയാണ് ഇത്തരം ഒരു കാര്യത്തിലേക്ക് താല്പര്യം ഉണ്ടായതെന്നാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. ഞാൻ കുടുംബശ്രീയിലേക്ക് വന്നത് തന്നെ എൻ്റെ ചേച്ചിയുടെ പാത പിന്തുടർന്നുകൊണ്ടാണ്. ചേച്ചി വിവാഹം കഴിഞ്ഞു പോയപ്പോൾ
അതിലൂടെയാണ് ഞാൻ ഈ കുടുംബശ്രീയിലേക്ക് അംഗത്വം ചേർന്നത്. അങ്ങനെയാണ് എനിക്ക് ആട് ഗ്രാമത്തിന്റെ ആ ഒരു സംരംഭത്തിലൂടെ ആടിനെ വളർത്താൻ സഹായിക്കുന്നത്. സൗമ്യ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുക? ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ പഠിക്കുന്നത്? ഇപ്പം BEd ചെയ്യുന്നു. BEd ചെയ്യുന്നു. MSc ചെയ്തോ? MSc കഴിഞ്ഞു, ഇപ്പം BEd. MSc എന്ത് സബ്ജക്ട്? ഞാൻ ഹോം സയൻസ് ആയിരുന്നു, ഇപ്പം BEd ചെയ്യുന്നു. എവിടെയാണ് ഹോം സയൻസ് ചെയ്തത്? SM വിമൻസ് കോളേജ് കൊല്ലം. കൊല്ലത്ത്. കുടുംബ പശ്ചാത്തലം പറയൂ. എന്റെ വീട്ടില് പപ്പയുണ്ട്, അമ്മയുണ്ട്, സഹോദരി ഉണ്ടായിരുന്നു. സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. പിന്നെ സഹോദരനുണ്ട്, പിന്നെ ഞാൻ. കുടുംബശ്രീയിൽ വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഈ പറഞ്ഞതുപോലെ എന്റെ ചേച്ചി വിവാഹം കഴിഞ്ഞു പോയപ്പോൾ അതിലൂടെയാണ് ഞാനും കുടുംബശ്രീയിലേക്ക് വന്നത്. എത്ര വയസ്സുള്ളപ്പോഴാണ് സൗമ്യ കുടുംബശ്രീയിലെ അംഗത്വം എടുക്കുന്നത്? ഞാൻ ഇപ്പം വന്നിട്ട് ഒരു 5 വർഷത്തോളം, ഒരു 18-ാമത്തെ വയസ്സിലൊക്കെയാണ് കുടുംബശ്രീയിലേക്ക്. സൗമ്യയെ പോലെ ചെറുപ്പക്കാരായിട്ട് എത്ര പേരുണ്ടായിരുന്നു കുടുംബശ്രീയില്? എന്റെ ചേച്ചിയായിരുന്നു. ചേച്ചി പോയപ്പോൾ സൗമ്യയുടെ കുടുംബശ്രീയില് 20-22 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരായിട്ട് 2-3 പേര്. വിവാഹം കഴിക്കാത്ത എത്ര പേരുണ്ട്? വിവാഹം കഴിക്കാത്ത ഇപ്പൊ ഞങ്ങൾ 2 പേരാണുള്ളത്. 2 പേര്. ഇപ്പൊ കണ്ട ഒരാളാണ്? കണ്ട കുട്ടിയുണ്ട്. നിങ്ങൾ 2 പേരാണോ? അപ്പൊ ഇങ്ങനെ ഒരു ഇത് ചെയ്യണം തോന്നിയത് എന്തുകൊണ്ടാ? അപ്പൊ കുടുംബശ്രീ വഴിയാണ് എനിക്ക് ഈ ഒരു സംരംഭത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത്. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പഠന ചെലവിന് ആവശ്യമായിട്ടുള്ള ചെലവ് കണ്ടെത്തുക എന്നുള്ളതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അതായിരുന്നു. ഇപ്പം വീട്ടില് പിതാവിനെയോ മാതാവിനെയോ മാത്രം ആശ്രയിച്ച് അവർക്കൊരു ഇപ്പം പഠന ചെലവിന് അവര് തരുന്നതിലും അവർക്കൊരു ചെറിയൊരു പിന്തുണ കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ എന്റെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എപ്പോഴും പഠിത്തം എന്നുള്ളൊരു ഉദ്ദേശം, മാനസികമായിട്ടൊരു ഉല്ലാസം, ഇങ്ങനെ ഇതിനെയൊക്കെ പരിപാലിക്കുമ്പോൾ സമയം വേണ്ടേ? പഠിക്കുന്നതിനിടയ്ക്ക് സമയം കിട്ടുമോ? സമയം എന്ന് പറയുന്നത് നമ്മള് 24 മണിക്കൂറിൽ ഒരു 12 മണിക്കൂറൊക്കെ ഏകദേശം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പൊ ആ 12 മണിക്കൂർ നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമ്മള് പ്രത്യേകം കണ്ടെത്തണം. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം തന്നെ ഒരു ദിവസം എൻ്റെ തുടങ്ങുന്നതെന്ന് വെച്ചാൽ 4 മണിയാണ്. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേക്കും. ഒപ്പം പഠിത്തവും വീട്ടു കാര്യങ്ങളും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഈ ആടിന്റെ ഇപ്പം കളിയിൽ വൃത്തിയാക്കുക, അങ്ങനെയൊക്കെ ആട്ടിനെ തീറ്റ, അത് പിണ്ണാക്ക്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഞാൻ കോളേജിലേക്ക് പോകുന്നത്. പോയിട്ട് വരുന്നത് വരെ എൻ്റെ പിതാവ് കർഷകനാണ്. അപ്പോൾ അവര് ചെയ്യും. പിന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ അപ്പനെ അമ്മയെ അന്വേഷിക്കുന്നതിന് മുന്നിട്ട് ഞാനിപ്പോൾ എന്റെ ആടുകളെയാണ് അന്വേഷിക്കുന്നത്. അത്രത്തോളം ഒരു മാനസികമായ അവരോടൊരു അടുപ്പം എനിക്ക് വന്നിട്ടുണ്ട്. ഇതല്ലാതെ ഇപ്പൊ ആടിനെ വളർത്തി അതിൽ നിന്ന് നമ്മുടെ പഠന ചെലവ്, അതല്ലാതെ കുടുംബശ്രീയിൽ അംഗമായതുകൊണ്ടും അവരുടെ മറ്റു പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ടുള്ള ഒരു അനുഭവങ്ങളൊന്നും ഇപ്പൊ ഞാൻ കുടുംബശ്രീയിലേക്ക് വരാൻ തന്നെ കാരണം ഇപ്പൊ ഒരു ചെറുപ്രായത്തിൽ തന്നെ ഇപ്പൊ 1980 ഇപ്പൊ കുടുംബശ്രീയുടെ രൂപീകരണം തുടങ്ങി. അപ്പം ഈ ഓരോ വീടുകളിൽ ഇരുന്ന് ഓരോരുത്തരും കുടുംബശ്രീയിൽ കൂട്ടായ്മ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ കുട്ടിയായിരുന്നു, ഇത്തിരി കൂടെ ചെറുപ്പമായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് അപ്പം തുടക്കം ഈശ്വര പ്രാർത്ഥന, പിന്നെ ഓരോ റിപ്പോർട്ട് അവതരണം, അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അവസാനം ഒരു ദേശീയ ഗാനത്തിൽ കൊണ്ടുവച്ച് അവസാനിപ്പിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു കൗതുകമാണ് തോന്നിയത്. പക്ഷേ തുടർന്നങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായി. അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ആ പ്രവർത്തന മേഖലകളിൽ അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുടുംബശ്രീയിലേക്ക് വരണമെന്ന് തോന്നി. പഠനത്തിനും ആടിനെ നോക്കി സംരക്ഷിക്കുന്നതിനും പുറമെ മറ്റ് പ്രവർത്തനങ്ങളിലും ഒക്കെ പങ്കെടുക്കാൻ സമയം കണ്ടെത്താറുണ്ടോ? സമയം കണ്ടെത്താറുണ്ട് സാർ. കുടുംബശ്രീയിലെ അവയർനെസ് ഇപ്പൊ ടീച്ചറല്ലേ, BEd അവിടെയാണെങ്കിൽ ഒരു അംഗൻവാടി ഉണ്ട്. അപ്പൊ അംഗൻവാടിയിൽ ആശാ വർക്കറുമായിട്ട് ചേർന്ന് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, അതായത് ന്യൂട്രീഷണൽ ക്ലാസ്സുകളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അവർക്ക്. എന്റെ സബ്ജക്ട് എന്റെ അതുകൊണ്ട് ന്യൂട്രീഷൻ ഇപ്പൊ അംഗൻവാടിയായിട്ടൊക്കെ ചേർന്ന് അവർക്ക് കൊടുക്കും. ഇവരുടെ ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. ആദ്യം സ്വന്തം ആരോഗ്യത്തില് അല്ലേ? കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ തോന്നുമായിരിക്കും ഊർജം നല്ലോണം ഉണ്ടെന്ന് മനസ്സിലായി. ഇത്തിരി വീക്കാണെന്ന് തോന്നുമായിരിക്കും. പക്ഷെ എന്റെ മനസ്സെന്ന് പറയുന്നത് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇത് കണ്ടപ്പോ തോന്നിയില്ല. അവിടെ അടുത്തിരിക്കുന്ന അമ്പിളിക്കൊന്ന് കൊടുക്കൂ. വീടിന്റെ പശ്ചാത്തലവും പിന്നെ ഭർത്താവിന്റെ അപ്പനും അമ്മയ്ക്കും നല്ല സുഖമില്ലാത്ത ആൾക്കാരാണ്. അതിലിപ്പോൾ ഈ അടുത്ത സമയത്ത് പിതാവ് മരിച്ചുപോയി. പിന്നെ അമ്മയ്ക്ക് കൊണ്ട് നല്ല സുഖമില്ല. പിന്നെ ആ ഭർത്താവിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവറാണ്. കണ്ണിന് നല്ല കാഴ്ചയില്ലാത്ത, നല്ല കാഴ്ചയാ, ഒരു കണ്ണിന് നല്ല മങ്ങലുണ്ട്.
ആ ഒരു ഉപജീവന മാർഗം ഒരാളുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ 2 കുഞ്ഞുങ്ങളുടെ ജീവിതവും വിദ്യാഭ്യാസ കാര്യങ്ങളും അവരുടെ വളർച്ചയും നമ്മുടെ വീടിൻ്റെ പശ്ചാത്തലവും സാമ്പത്തികമായ ഒരുപാട് രീതികളിൽ നമുക്ക് ഒരുപാട് ടൈറ്റുള്ള കാര്യങ്ങളാണ്. അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനെ കൊണ്ട് നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ഫലമില്ല എന്നുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിനകത്ത് വന്നു. കാരണം ഭർത്താവ് കൊണ്ടുവരുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് വേണം ഞങ്ങളുടെ ഈ 5-6 പേരുടെയും കാര്യങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ട് പോകാൻ. അങ്ങനെ ആയിരുന്നപ്പോഴാണ് കുടുംബശ്രീയിൽ ഇതുപോലെ ചേർന്നത്. അതിന് മുന്നേ തന്നെ ഞാൻ വീട്ടിലിരുന്ന് എനിക്ക് വെറുതെ ഇരിക്കുന്ന സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. ഞാനിപ്പോൾ 10 വർഷത്തോളമായി കുടുംബശ്രീ ചേർന്നിട്ട്. കുടുംബശ്രീ ഈ ഇനിഷ്യേറ്റീവായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം എന്താണ് പ്രധാന വ്യത്യാസം വന്നത്? പ്രധാന വ്യത്യാസം കുടുംബശ്രീയിൽ കൂടിയതിന് ശേഷമാണ് നമുക്ക് മറ്റുള്ളവരുമായിട്ട്, അതുവരെ നമുക്ക് ഞാൻ ചിരിക്കത്തേ ഉള്ളൂ, ആരോടും ഞാൻ അങ്ങനെ ഒന്നും മിണ്ടുന്നൊരു ടൈപ്പല്ലായിരുന്നു. കുടുംബശ്രീ വന്നതിന് ശേഷം തന്നെ നമുക്ക് ഒരാളോട് നമുക്ക് സംസാരിക്കാനേ, നമുക്ക് അവരോട് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ, അവരോട് നമ്മൾക്ക് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഉള്ള ഒരു ട്രെയിനിങ് കൊണ്ടും വ്യത്യാസം വരുന്നുണ്ടായിരിക്കും അല്ലേ? ഇതൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഇതൊക്കെ കിട്ടി. നമ്മുടെ സാമ്പത്തികമായ രീതിയിൽ കൂടി നമ്മൾ ഇച്ചിരി മുന്നോട്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യമായാലും ഇപ്പോൾ ഒരാൾ SLC 10ാം ക്ലാസ് എഴുതിയിട്ട് നിൽക്കുന്നു, ഇനി അടുത്ത കാര്യങ്ങൾക്ക് അവർക്കുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടുന്ന അതിനുള്ള തയ്യാറെടുപ്പ്, അത് ഇതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് വേണം നമുക്കെല്ലാം ചെയ്യാൻ. എത്ര ആടുണ്ട്? എനിക്കിപ്പോ ഒരു 10 ആടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കൈരളി സംരംഭകം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡോക്യുമെന്ററി കൂടെ ഉണ്ട്. തേങ്ങ ആട്ടി വെളിച്ചെണ്ണയാക്കി വിപണനം നടത്തുന്ന ഒരു കൂട്ടം സ്ത്രീകളുടെ കഥയാണ് ഇനി പ്രേക്ഷകർക്ക് മുൻപിലെത്തുന്നത്. കാണാം നമുക്ക് കൈരളി സംരംഭക ഗ്രൂപ്പിന്റെ ദൃശ്യങ്ങൾ. ഒരു വീടിനാവശ്യമായ ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്തി ഉപജീവനമാർഗം കണ്ടെത്തുന്ന ഒരു കൂട്ടം വനിതകളുടെ കഥയാണ് പൂയപ്പള്ളിയിലെ കൈരളി സംരംഭക ഗ്രൂപ്പിന് പറയാനുള്ളത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 10 വനിതകൾ ചേർന്ന് 2009 ഈ സംരംഭം ആരംഭിക്കുന്നത്. പ്രദേശത്തെ ജനങ്ങൾ നിത്യേന ഉപയോഗിക്കുന്നതും അടിക്കടി കടയിൽ നിന്നും വാങ്ങിക്കുന്നതുമായ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് ഒരു സർവേയിലൂടെ കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അമിത സാങ്കേതികത്വം ആവശ്യമില്ലാത്തതും പ്രാദേശികമായി അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നതുമായ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് തിരഞ്ഞെടുത്തുമാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. ആദ്യമായി കുടുംബശ്രീ രൂപീകരിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ വെളിച്ചെണ്ണ കൊപ്ര സംസ്കരണം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കി നല്ല ലാഭം കിട്ടി. അതിനുശേഷം പിന്നെ സോപ്പ് ഉണ്ടാക്കി, സോപ്പ് നിർമ്മാണത്തിന് പോയി, സോപ്പ് ഉണ്ടാക്കി, അതിൽ നിന്ന് നല്ല ലാഭം ഉണ്ടായി. പിന്നെ ഇപ്പം വെളിച്ചെണ്ണയും സോപ്പും ചന്ദനത്തിരി, ലോഷൻ, സോപ്പ് പൊടി എന്നീ സംരംഭങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ബ്ലോക്കിൽ നിന്നും 1 ലക്ഷം രൂപ സബ്സിഡി ആയിട്ട് നൽകി. അതിനുവേണ്ടി കുടുംബശ്രീക്ക് ഒരു ഷെഡ് ഉണ്ടാക്കി. അതിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ വിപുലമായിട്ട് സംരംഭം ചെയ്തു തുടങ്ങിയത്. അതിൽ നല്ല ലാഭം കിട്ടുന്നുണ്ട്. ഒരാളിന് ദിവസം 500 രൂപ വരെ വരുമാനമുള്ള ഒരു മാർഗമാണിത്. പിന്നെ ഞങ്ങളിൽ പലരും അസുഖക്കാരാണ്. ഹാർട്ട് പേഷ്യൻറ്റും ക്യാൻസർ പേഷ്യൻറ്റും. പിന്നെ കുടുംബാംഗങ്ങളിൽ കുടുംബശ്രീയിലെ 2 യൂണിറ്റിലെ 2 അംഗങ്ങൾ തളർന്നു കിടക്കുന്നുണ്ട്. അവരുടെ മക്കളെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കും നമ്മൾ നല്ല രീതിയിൽ സഹായം ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണ, സോപ്പ്, അലക്കുപൊടി, ലോഷൻ, ചന്ദനത്തിരി എന്നിവയാണ് പ്രധാനമായും ഇവരുടെ ഉൽപ്പന്നങ്ങൾ. 2 ലക്ഷം രൂപയുടെ വായ്പയും ബ്രാൻഡിംഗ് ലേബൽ നിർമ്മാണത്തിനായി കുടുംബശ്രീ 10,000 രൂപയും ഇവർക്ക് ലഭ്യമാക്കി. ഒപ്പം വിവിധ ഘട്ടങ്ങളിലായി സ്കിൽ പരിശീലനവും നൽകി. ഞാൻ കശുവണ്ടി ഫാക്ടറിയിൽ പൊയ്ക്കൊണ്ടിരുന്നതായിരുന്നു ഇതിന് വരുന്നതിന് മുമ്പ്. ഇത് വന്നതിന് ശേഷം ഞങ്ങൾ ഈ സംരംഭക രൂപം രൂപീകരിച്ച് ജോലികളെല്ലാം ചെയ്ത് ഇതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ഞങ്ങളുടെ ചെലവുകൾ കഴിയുന്നു. വേറെ പുറത്തുപോയി ജോലി ചെയ്യാൻ വയ്യ. ഞാനൊരു ക്യാൻസർ രോഗിയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ചെലവുകൾ കഴിയുന്നത്. എല്ലാവരും ഒത്തൊരുമയോടെ ഞങ്ങൾ ഈ ജോലി ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു.
ഓർക്കിഡ് എന്ന പേരിൽ ബാത്ത് സോപ്പ്, ഓർക്കിഡ് വാഷിംഗ് പൗഡർ, കൈരളി ക്ലീനിംഗ് ലോഷൻ, ചന്ദനത്തിരി തുടങ്ങിയവ ഇവർ വിപണിയിലെത്തിക്കുന്നു. കൈരളിയിൽ നിർമ്മിച്ച സാധനങ്ങൾ കൊണ്ടുവന്നില്ലേ? പറയൂ. ആദ്യമായി ഞങ്ങളെ യൂണിറ്റിൽ കൊപ്ര സംസ്കരണമായിരുന്നു. വെളിച്ചെണ്ണ ഉണ്ടാക്കി അതിൽ കുറച്ച് ലാഭം ആദ്യം 20 പേര് ചേർന്നാണ് ചെയ്തത്. അപ്പോഴും അതിൽ നിന്ന് വലിയ ലാഭം കിട്ടാതിരുന്ന് അതിന് ശേഷം പിന്നെ സോപ്പ് നിർമ്മാണം കൂടെ ആരംഭിച്ചു. അങ്ങനെ സോപ്പ് നിർമ്മാണം ആരംഭിച്ച് അതിലും കുറച്ച് വരുമാനം കൂടെ മെച്ചപ്പെട്ട് വന്നു. പിന്നെ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ട്രെയിനിങ്ങുകൾ ഒക്കെ തന്ന് സോപ്പ് പൊടി, ചന്ദനത്തിരി, ലോഷൻ, മെഴുകുതിരി ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല, വിൽപ്പന കുറവായതുകൊണ്ട്. കാരണം ഞങ്ങളിൽ പലരും അസുഖക്കാരാണ്. ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ്. എൻ്റെ ചേച്ചിയാണ് പറഞ്ഞ ക്യാൻസർ പേഷ്യൻ്റാണ്. ഞങ്ങൾ നെയ്ത്ത് തൊഴിലാളികളായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പേ നെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നെഞ്ചുവേദന അനുഭവപ്പെട്ടത്. അതിനുശേഷം പിന്നെ നെയ്യാൻ വയ്യാത്തൊരവസ്ഥയായി. ഞങ്ങളിപ്പോൾ 10 പേര് ചേർന്നാണ് ഈ സംരംഭം ആരംഭിച്ച് അതിൽ 2 പേര് ഇതിന് ശേഷം BP വന്ന് തളർന്ന് കിടപ്പിലാണ്. അപ്പോൾ അവരുടെ 2 കുട്ടികളെയും കൂടെ, വലിയ മക്കളുണ്ട്, അവരെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തി അവരെയും ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കതിന് ജീവിതമാർഗം ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനും അസുഖത്തിന് ചികിത്സിക്കാനും നല്ലൊരു വരുമാന മാർഗം ഇപ്പോൾ ഉണ്ടായി. ഒരു സോപ്പ് പൊടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലോഷൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ വലിയൊരു അതായത് ഒരു സാങ്കേതിക വിദ്യ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ തരത്തിലും കൂടെ ഒരു പ്രചാരണം കൊടുക്കാൻ പറ്റിയാൽ അങ്ങനെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? അതായത് വലിയ മാർക്കറ്റിലുള്ള വലിയ ശക്തികളോടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് നിങ്ങളൊക്കെ ഇതല്ലേ ഉപയോഗിക്കുന്നത്? അതെ, എല്ലാവരും. മേഡം, അത് പരസ്യത്തിന്റെ ഒരു കുറവാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. അത് ഞങ്ങൾ നേടിയെടുക്കും എന്നുള്ളതാണ്. സാന്ത്വനത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയൂ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്നിവ വീടുകളിൽ ചെന്ന് നോക്കി 5 മിനിറ്റിനുള്ളിൽ റിസൾട്ട് അറിയാൻ കഴിയും. റിസൾട്ട് എഴുതി അവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അതാണ് എൻ്റെ ജോലി. ഇത് കുടുംബശ്രീയും ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിൾ എന്ന് പറയുന്ന സംഘടനയും കൂടി ചേർന്നുള്ളതാണ്. അവിടുത്തെ ഇപ്പോഴത്തെ ഈ വിവരങ്ങൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്നുള്ള പഠനം അവർ നടത്തിയിട്ട് അതിന്റെ ബലം കൂടുതൽ ആളുകളും ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഉള്ളവരാണ് കൂടുതലായിട്ടും. കാരണം അറിയാൻ കഴിഞ്ഞിട്ടില്ല ആർക്കും ഇതുണ്ടെന്നുള്ളത്. നമ്മളിങ്ങനെ വീടുകളിൽ ചെന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ അവര് നമുക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്ത് ഒരുപാട് പേർക്ക് ഷുഗർ, കൊളസ്ട്രോള്, BP ഉണ്ടെന്ന് ഞാൻ പുതിയതായിട്ട് കണ്ടു. ചെയർപേഴ്സൺ, ഇതല്ലാതെ പിന്നെ ആശ്രയയുടെ പരിപാടി ഇല്ലേ? അതിനെപ്പറ്റി ആരാണ് ആശ്രയയുടെ ചുമതല? ആദ്യം തുടങ്ങിയ കാലത്ത് ഞങ്ങള് മെമ്പറായിട്ടിരുന്ന സമയത്താണ് തുടങ്ങിയത്. അന്ന് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന, മാത്രമല്ല ചോർന്നൊലിക്കുന്ന കുടിലുകളിലും ആരോരും ആശ്രയം ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന 8 പേരെ കണ്ടെത്താൻ അന്ന് കഴിഞ്ഞു. കുടുംബമായിട്ട് താമസിക്കുന്ന 32 പേരും. അപ്പോൾ ഈ ചോർന്നൊലിക്കുന്ന കുടുംബത്തിൽ താമസിക്കുന്ന ആളിനെ രംഗത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ അവർ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമാണ് അവര്. അങ്ങനെ ഞങ്ങളുടെ കുടുംബശ്രീയിലേക്ക് തന്നെ ആദ്യം കൊണ്ടുവന്നിട്ട് അവിടെ നമ്മൾ ആ കാലത്ത് കുടുംബശ്രീയിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾ മനം മടിക്കുന്ന കാലമാണ്. കുടുംബശ്രീ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് കേട്ടിട്ടുള്ളതുപോലെ വെറും നുണക്കൂട്ടങ്ങൾ എന്ന് പ്രചരിപ്പിച്ചിരുന്ന കാലഘട്ടം. അത് ആളുകൾ തന്നെ, ഞങ്ങളുടെ ഗ്രൂപ്പ് തന്നെ. അവർക്ക് അറിയത്തില്ലല്ലോ, പ്രാരംഭകാലത്ത് ഇത് അറിയത്തില്ല. ഇതിന്റെ മെച്ചം എന്താണെന്നോ ദീർഘവീക്ഷണത്തോട് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നോ അവർക്കറിയില്ലായിരുന്നു. ഇപ്പൊ അഭിപ്രായം എല്ലാം മാറി. ഞങ്ങളിൽ നിന്ന് വിട്ടുപോയവരെല്ലാം വേറെ വേറെ കുടുംബശ്രീ യൂണിറ്റുകൾ ഉണ്ടാക്കി. രണ്ടാം ഘട്ടത്തില് എത്ര പേരുണ്ട്? ഇപ്പൊ 56 പേര്. 56 കുടുംബങ്ങളെ കണ്ടെത്തി. ഇത് കുടുംബങ്ങളിൽ ഉള്ളവരെയാണോ നോക്കിയെടുക്കുന്നത് അതോ ഒറ്റയ്ക്ക് കിടക്കുന്നവരും ഉണ്ട്. കുടുംബത്തിൽ താമസിക്കാൻ ഇടമുണ്ട് എങ്കിലും അവർക്ക് ആഹാരത്തിനോ മറ്റുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിനോ ഒരു സഹായമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ കൂടെ നമ്മൾ ഇതിലേക്ക് ചേർക്കും. പിന്നെ ആശ്രയിൽ ഒരു വല്യമ്മ വന്നിട്ടുണ്ടല്ലോ. പറയൂ, വല്യമ്മയുടെ വിശേഷം. ഓമനയ്ക്ക് മക്കളൊന്നുമില്ല, മക്കളുമില്ല, ഭർത്താവുമില്ല. ബന്ധുക്കളുണ്ടെങ്കിലും ബന്ധുക്കളുമായിട്ട് ഇടപാടുകളൊന്നുമില്ല. അങ്ങനെ കൊഴിഞ്ഞു വീഴാറായ വീട്, അത് ഞങ്ങൾ കുടുംബശ്രീയിലുള്ള ഞങ്ങളുടെ മക്കളും കൂടെ ചേർന്ന് ADS-ഉം CDS-ഉം എല്ലാം കൂടെ ചേർന്നിട്ട് അത് ആദ്യം കെട്ടിപ്പറക്കി കൊടുത്തു. പിന്നീട് കുടുംബശ്രീ വഴി
ഒരു വീട് ഉണ്ടാക്കി കൊടുത്ത് ഇപ്പം ഞങ്ങളുടെ കുടുംബശ്രീയിൽ വരും. അതുകൊണ്ട് ഈ ലോകം എന്താണെന്ന് അറിയും. ഞങ്ങളുടെ കുടുംബശ്രീയിൽ ഈ പത്രപാരായണവും അതിൻ്റെ ചർച്ചകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. 50-ന് മുകളിലുള്ള അമ്മമാരാണ് അന്ന് ഉണ്ടായിരുന്നത്. അപ്പം വളരെ ജാഗ്രതയോടുകൂടി ആ ചർച്ച, അപ്പോഴാണ് ഈ ഓമനെ അറിയുന്നത് ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് നടക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇതിൽ ആരോരും ശ്രദ്ധിക്കപ്പെടാതെ കടന്നതുകൊണ്ട് ഇത് വളരെ ആകർഷകമായിട്ട് എന്നും വരും. പിന്നെ ഒരു വരുമാനം കൂടെ കിട്ടുന്നതിന് വേണ്ടി ഗ്രൂപ്പ് സംഘകൃഷിയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ തൊഴിലുറപ്പിൽ ആവുന്ന പണി ചെയ്ത് കൂലി വാങ്ങുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും പറയുന്നുണ്ട്, ധാരാളം ഉണ്ട്. സംസാരിക്കില്ലേ? പറഞ്ഞോളൂ, എന്താണ്? ഞാൻ പറഞ്ഞാൽ എനിക്കൊന്നും അറിഞ്ഞൂടെ. പള്ളിക്കൂടത്തിന് തിണ്ണ കണ്ടിട്ടില്ല, അമ്മയില്ല, അച്ഛനില്ല, വേറെ ആരുമില്ല, ആങ്ങളമാരില്ല, ഒറ്റ എടുത്തിയ ഇച്ചിരി ഒരു ഓരക്കുടിൽ ആയിട്ട് കടന്ന് എഴുത്തങ്ങൾ എനിക്ക് കുടുംബശ്രീക്കാരൊരു കുടുംബം ഒരു കൊച്ചു കുടിൽ വെച്ച് തന്നു. അത് കാറ്റത്ത് അത് കൊണ്ടുപോയി. കാറ്റത്ത് അങ്ങ് അടിച്ചു വിട്ട് പോയി. ആ കട്ട ഇടിഞ്ഞ് എൻ്റെ നെഞ്ചത്തും തോളയിലും വീണ്. എന്നിട്ട് വള്ളിയിലും ചുള്ളിയിലുള്ളവർ ആരും മൈൻഡ് ചെയ്തില്ല. അപ്പം ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പം അന്നേരം എന്നോടെല്ലാവരും കൂടെ പറഞ്ഞ് കുടുംബശ്രീ കൂടാൻ. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാത്തത് കൊണ്ട് അമ്മക്കൊരു പോരായ്മ, എങ്ങനെ എന്താ ഏതാ ആളുകൾ കളിയാക്കുമല്ലോ. പിന്നെ അങ്ങനെ കരഞ്ഞ് വിളിച്ച് ഒരു കുടുംബശ്രീയിലെടുത്ത് എല്ലാത്തിലും എടുത്ത് അങ്ങനെ തൊഴിലുറപ്പിന് എനിക്ക് പറ്റത്തില്ല. ഞാൻ കുടുംബശ്രീ ചേർന്നിട്ട് ഉണ്ടായപ്പോഴും ഞാൻ ആശുപത്രിയില്ല. ഞാൻ പിന്നെ മെഡിക്കൽ കോളേജിലൊക്കെ പോയതാ. ഒരുപാട് ആശുപത്രി, 2 കണ്ണ് ഓപ്പറേഷൻ ചെയ്തതാ, ചെവി ഓപ്പറേഷൻ ചെയ്തതാ. അങ്ങനെ എനിക്ക് പിന്നെ കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ, സർവ്വ രോഗങ്ങളും എൻ്റെ കൂട്ടുകാരെൻ്റെ കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ കൂട്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു ആരുമില്ല, ഞാനൊരു വില്ലിയെ വളർത്തുന്നു, അതാ എൻ്റെ കൂട്ട്. പിന്നെ ഉള്ള ഒരു കുടിലായിരുന്നു. അത് എഴുത്തുങ്ങൾ എന്നെ കരകയറി കൊണ്ടുവന്ന് അങ്ങനെ തൊഴിലുറപ്പിനൊക്കെ പോയി. എനിക്ക് ജോലി ചെയ്യാൻ വയ്യ. അവർക്കുള്ള പുറകെ നിന്ന് ഒരു വെള്ളം അനത്തി കുടിക്കുകയോ ഒരു ചായ എടുത്ത് കുടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് അവർക്കുള്ള പുറവിന് ഞാൻ സന്തോഷിച്ച് നിൽക്കുന്നത്. പിന്നെ കുടുംബശ്രീ ഞാൻ ഞായറാഴ്ച വരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് അങ്ങനെയുള്ളൊരു ആഹ്ലാദം, ഒരു സന്തോഷം. ഇവരൊക്കെയാണ് എൻ്റെ ദൈവങ്ങൾ. എനിക്ക് രാത്രി ഉറക്കമില്ല, എല്ലാവരും ഉറങ്ങുന്നുണ്ട്, ഞാൻ ഉറങ്ങുന്നില്ല. എന്താ എൻ്റെ തലവിധി ഇങ്ങനെ ആയിപ്പോയി പറഞ്ഞ് ഇനി ജീവിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആശുപത്രി 2 പോയി ഞാൻ 5 ഉറക്കഗുളിക കൊണ്ടുവന്ന് വെച്ചിട്ട് ഇനി എന്നെ ആരും കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരെ ഇനി നെല്ലിപ്പറമ്പിൽ ആരും കാണണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗുളിക തിന്ന് വെള്ളം കുടിച്ചിടന്നിട്ട് ഞാൻ കണ്ണടയുന്നില്ല. ഒരാഴ്ച എനിക്ക് കണ്ണിനകത്തങ്ങ് കണ്ണിങ്ങനെ ഇറിലെ അടച്ചങ്ങ് മയങ്ങി കിടക്കുക. ആരും നോക്കാനും ഇല്ല, കാണാനും ഇല്ല. അയൽക്കാറുണ്ട്, വള്ളിയിലും ചുള്ളയിലും ഉണ്ട്, ഒരു മനുഷ്യനും ഇല്ല. ABCD അക്ഷരം ഞാൻ പഠിച്ചിട്ടില്ല, എന്നെ ആരും തിരക്കാനില്ല. അങ്ങനെ എന്നോട് പറഞ്ഞ് ഓമന ഇനി കുടുംബശ്രീ കൂടണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കൂടുന്നില്ല, നമ്മളൊരു നിരപരാധിയാണ്. അപ്പം നമ്മളെ വായിന്ന് എന്തെങ്കിലും ഒന്ന് കളിവാക്ക് പറഞ്ഞാൽ നമ്മൾ സാധുവായതുകൊണ്ട് ആളുകളത് കുത്തിപ്പൊക്കി ആകാശത്ത് പറത്തുമ്പോൾ പിന്നെ എനിക്കൊരു നാണക്കാടായിട്ട് വരും. എനിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞുതരാൻ എനിക്ക് അച്ഛനോ അമ്മയോ ആങ്ങളമാരോ നാത്തൂനോ എനിക്ക് ആരുമില്ല. ഞാൻ പുറത്ത് പോയിട്ടില്ല. പുറത്ത് പോയിട്ടുള്ളത് മെഡിക്കൽ കോളേജിലെ മധുര കണ്ണോപ്പറേഷത്തിന്, അല്ലാതെ ആശുപത്രി 10-30 ആശുപത്രികളിൽ ഞാൻ കിടന്നിട്ടുണ്ട്. കൊല്ലത്ത് ഡിസ്ട്രിക്ട് 8.5 മാസം കിടന്നു. പാലിയേറ്റീവ് കെയർ രോഗികൾക്കുള്ള തുടർ പരിചരണ സേവനങ്ങൾക്ക് നേരിട്ടും സഹായങ്ങൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള ഇടപെടൽ പ്രവർത്തനം നടത്തുന്നു. അതെന്താണ്? പാലിയേറ്റീവ് കെയർ ആദ്യം അവിടെ രൂപീകരിച്ചപ്പോൾ അപ്പോൾ ആ രോഗികൾക്കായിട്ട് ഞങ്ങളൊരു ഫണ്ട് സ്വരൂപിച്ചു കൊടുത്തു. ഈ കിടപ്പിലായ രോഗികളെ കാണാൻ മാസം തോറും അവരൊരു PHC വഴി ഒരു നെറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരോടൊപ്പം ഓരോ വാർഡിലും ഞങ്ങളുടെ കുടുംബശ്രീയുടെ ADSന്റെ ആൾക്കാരും അവരോടൊപ്പം പോകുന്നുണ്ട്. അവർക്ക് നല്ല എന്തൊക്കെയാണ് അവർക്ക് ആവശ്യമുള്ളത്, അവർക്ക് ആവശ്യമുള്ള സംവിധാനങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ഇടപെടൽ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിയിരുന്നത്. ബാലസഭയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ബാലസഭകളിൽ വിവിധ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. ഈ അമ്മമാരുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ബാലസഭകൾ രൂപീകരിച്ചത്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ എല്ലാവരെയും നല്ലപോലെ നോക്കിക്കാണുന്നുണ്ട്. ഞങ്ങൾ ഓരോ ബാലസഭയിലും ഇപ്പം 2010 ജൈവവൈവിധ്യ വർഷമായിരുന്നു. ഞങ്ങളത് മെച്ചപ്പെട്ട രീതിയിൽ ജൈവവൈവിധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും എല്ലാം പഠിക്കുകയും. ഞങ്ങളാണെങ്കിൽ പരിസ്ഥിതി, നമുക്കറിയാം നമ്മുടെ പരിസ്ഥിതി ദിനം പ്രതി ശോഷിച്ചു വരികയാണ്. അപ്പോൾ പരിസ്ഥിതിയെ നല്ല അടിസ്ഥാനത്തിൽ പഠിക്കുക, അത് എങ്ങനെയാണ് പരിസ്ഥിതി നാശം ഉണ്ടാകുന്നതെന്ന് പഠിക്കുക. ഞങ്ങൾക്ക് വിദ്യാർത്ഥികളാണല്ലോ നാളത്തെ സമൂഹത്തെ നയിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് പൂയപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിലെ ജൈവ വൈവിധ്യത്തെ പറ്റി നിങ്ങൾ എന്താ പഠിച്ചത്?
ഞങ്ങൾ ജൈവവൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കി. വിവിധ തരം വൃക്ഷങ്ങളും സസ്യലതാദികളും ഞങ്ങളുടെ പുയപ്പള്ളി പഞ്ചായത്തിലുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. വിവിധ തരം മണ്ണുകളുണ്ട്, പാറക്കോറികളുണ്ട്, പിന്നെ വിവിധ തരം രജിസ്റ്റർ തയ്യാറാക്കുന്നതില് ബാലസഭയിലെ അംഗങ്ങൾ പങ്കെടുത്തു. ഞങ്ങൾ എല്ലാവരും പങ്കെടുത്തു. ഞങ്ങൾ പ്രകൃതിയിലേക്ക് അങ്ങ് ഇറങ്ങി പ്രവർത്തിക്കുകയായിരുന്നു. പ്രകൃതിയുടെ മക്കളായി മാറുകയായിരുന്നു എന്ന് ആരാണ് സഹായിച്ചത് നിങ്ങളെ? ഞങ്ങളെ എല്ലാവരും സഹായിച്ചു. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് മുൻപേ നിന്നത് സുധർമേന്റെയാണ് ചെയർപേഴ്സൺ. രജിസ്റ്റർ ഉണ്ടാക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി പ്രകൃതിയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കായിരുന്നു. പാറക്കെട്ടുകളിൽ എല്ലായിടത്തും പോയി അവിടുത്തെ മണ്ണ് പരിശോധിച്ചു. അപ്പോൾ ഇത് രജിസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കോപ്പി ഞങ്ങൾ അതിന്റെ ഏത് തരം മണ്ണാണ് എന്നൊക്കെ പറഞ്ഞു തന്നതാരാണ്? സുധർമേന്റെ മുന്നിട്ട് നിന്നത്. പിന്നെ ഞങ്ങൾക്ക് സോഷ്യല് ജോഗ്രഫി കൂടുതൽ പഠിക്കാനുണ്ട്. റെഡ് സോയിൽ, ബ്ലാക്ക് സോയിൽ, അതിനൊക്കെ പറ്റി സ്കൂളിലെ അധ്യാപകരാരും സഹായിച്ചില്ല ഇതിന്റെ കൂടെ? അധ്യാപകർ ഞങ്ങൾ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മണ്ണിനെ പറ്റി ക്ലാസ് എടുത്തിരുന്നു. അതും ഞങ്ങൾക്ക് മണ്ണ് അല്ലാതെ സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, ഞങ്ങളുടെ കാവുകൾ, ജന്തുക്കൾ പ്രത്യേകതയാണ്. ഇഷ്ടംപോലെ കാവുകളുണ്ട് അമ്പലങ്ങളെ ചുറ്റിപ്പറ്റി. അവിടെ ഇഷ്ടംപോലെ സർപ്പങ്ങള്, ഒരുപാട് വൃക്ഷങ്ങളുണ്ട് കാവുകളിൽ തന്നെ. ഇപ്പം കാവുകളൊക്കെ എല്ലാരും വെട്ടി നശിപ്പിക്കുകയാണ്. ഒന്നും സംരക്ഷിക്കാൻ കഴിയുന്നില്ല. അതിന് കാവുകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രയത്നിക്കുന്നുണ്ട്. കായികമായിട്ടുള്ള വല്ല പരിപാടിയുണ്ടോ? സ്പോർട്സ്? അതാണെങ്കിൽ ഞങ്ങൾ ഓണപരിപാടിയോട് അനുബന്ധിച്ച് നടത്തുന്നുണ്ട്. കൂടാതെ ഈ വർഷം മുതൽ പെൺകുട്ടികൾക്കായി കരാട്ടെ ക്ലാസുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആൺകുട്ടികൾക്ക് വേണ്ട? അല്ല, ആൺകുട്ടികൾക്കും പങ്കെടുക്കാം. പക്ഷെ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്തിനാണ്? നിങ്ങളെ തടുക്കാൻ വേണ്ടി? അല്ല, നമ്മൾ ഇന്ന് പത്രങ്ങളിലൂടെയും മറ്റും ടിവിയിലും ഒരുപാട് കാഴ്ചകൾ കാണുന്നതാണ് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ. പക്ഷേ അന്നേരം സ്ത്രീ സുരക്ഷയാണ് നമ്മൾ കൂടുതൽ ലക്ഷ്യം വെക്കേണ്ടത്. അതിനെ ഇവര് കരാട്ടെ പഠിക്കുന്നതിൽ എളുപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കുമല്ലേ? ആൺകുട്ടികളുടെ ഇടയ്ക്ക് ആ പെരുമാറ്റം മാറ്റിയല്ലേ നല്ലത്? അതല്ലേ എളുപ്പം? അല്ല, കരാട്ടിയും പഠിക്കാം. കരാട്ടിന്ന് 2 കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കൂട്ടുകാരായ ആൺകുട്ടികൾക്കിടയിൽ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ടുണ്ട്. നമ്മൾ വരുന്ന തലമുറ ബാലസഭയിലൂടെ മെച്ചപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് നല്ല തലമുറയായി വളർന്നു വരുന്നുണ്ട്. എന്നാൽ സമൂഹത്തിൽ ഇന്ന് മുതിർന്നവരായാലും കുട്ടികളോട് കാണിക്കുന്ന നമ്മൾ നിരവധി വാർത്തകളിലൂടെയും TV പ്രോഗ്രാമുകളിലൂടെയും കാണിക്കുന്ന അതിക്രമങ്ങൾ, നമ്മുടെ കണ്ണിനെ പോലും അത് കാണണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന തലത്തിൽ പോലും ഉള്ള ക്രൂരകൃത്യങ്ങൾ, അതിൽ നിന്നൊരു ചെറിയൊരു സംരക്ഷണം ഇവർക്ക് സ്വയം ആർജിക്കാൻ കഴിയുമെങ്കിൽ, ഞങ്ങളുടെ കൂട്ടുകാരികൾക്ക് ആർജിക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലതാണ് എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കായിക പരിപാടികൾ. നല്ല കാര്യം. അത് പെൺകുട്ടികൾ കരാട്ടെ പഠിക്കട്ടെ. അതുകൂടാതെ ഇപ്പം മോന്റെ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു കാഴ്ചപ്പാടില് പുയപ്പള്ളി ഗ്രാമത്തില് ഭാവിയില് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഞങ്ങൾ ക്രൈം മാപ്പിംഗ് നടത്തിയിരുന്നു. പിന്നെ ഞങ്ങളാണെങ്കിൽ പ്രധാനമായും വിദ്യാർത്ഥികൾ, ഞങ്ങൾ ബാലസഭയിലൂടെ എല്ലാവരെയും വീടുകളിൽ പോയി കണ്ട് ഉപദേശിക്കാറുണ്ട്. അതുപോലെ തന്നെ പല വിഷയങ്ങളും അവരുടെ അടുത്ത് ചോദിക്കുക. ആൺകുട്ടികൾക്കിടയിൽ ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ടോ? ആൺകുട്ടികൾ മാത്രമുള്ള നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ടോ? ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ ഞങ്ങളുടെ ചില കൂട്ടുകാർ ഇതിന്റെ തുടക്കത്തിൽ വന്ന് ബാലസഭയിൽ വന്ന് കയറുക, അവളെ എന്തോത്തിനാ വിളിച്ചത്, അല്ലെങ്കിൽ അവളെ കളിക്കുമ്പോൾ ഞങ്ങൾ കളിക്കുമ്പോൾ അവളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില കുട്ടികൾ നേരത്തെ ഉള്ളവരൊക്കെ അങ്ങോട്ട് കൂടെ കളിക്കുമ്പോൾ അവളെ മാറ്റി നിർത്തുക എന്നൊരു സമീപനം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയാണ് ചെയ്തത്. എല്ലാവർക്കും തുല്യത കൽപ്പിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ അതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ, അനൗപചാരിക വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട കഴിവ് അതാന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ സ്വഭാവം മാറ്റിയെടുക്കുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പൊ ഇനി പുതിയ തലമുറക്ക് പഴയ തലമുറയെ നന്നാക്കുകയും കൂടെ ചെയ്യാം അല്ലെ? തീർച്ചയായും നന്നാക്കാം. അല്ല, ഭാവി മാത്രല്ല ഇപ്പൊ ഉള്ളവരെയും കൂടെ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് ശരിയാക്കാം. പുയപ്പള്ളി CDS ലഭിച്ചിരിക്കുന്ന മാർക്കറിയാം. കണ്ണൻ മാഷേ, ഒന്നാമതായിട്ട് ഒരു വലിയൊരു കുടുംബത്തിൻ്റെ കൂട്ടായ്മയായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊരു നിങ്ങളുടെ ഒരു ഒത്തൊരുമയുടെ ഒരു പ്രതീകമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ബാലസഭയിലെ കുട്ടികളെ മാത്രമല്ല, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളുടെ സംഘത്തിൽ ചേർന്നിട്ടുള്ള ആശ്രയിലും അതുമാതിരിയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിലും ഉൾപ്പെട്ടിട്ടുള്ളവർ കൂടി ഈ സംഘത്തിൽ കൊണ്ടുവന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. പിന്നെ പുതിയ പ്രസിഡൻറ്റും പഴയ പ്രസിഡൻറ്റും
മുൻ പ്രസിഡന്റും ചെയർപേഴ്സൺ അല്ലേ, അത് രണ്ടുപേരും ഒരുമിച്ച് വന്നത് അതിലും നല്ലൊരു കാര്യം. സംരംഭങ്ങൾ സാധാരണയായിട്ട് ചെറിയ സംരംഭങ്ങൾ പഞ്ചായത്ത് തലത്തിൽ നടത്തുമ്പോൾ വളരെ പരിമിതമായിട്ട് നടത്താനേ സാധിക്കുകയുള്ളൂ. എങ്കിലും നിങ്ങൾ പല സംരംഭങ്ങളെയും ഒരുമിച്ച് ചേർത്ത് അതിനൊരു ബ്രാൻഡ് നെയിം കൊടുത്ത്, ഉൽപ്പന്നത്തിനൊരു പൊതു പേര് കൊടുത്ത് ഓർക്കിഡ് എന്നുള്ള ഒരു സംരംഭത്തിൻ്റെ നിലയിലേക്ക് ഉയർത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അതിനൊരു വിപണിയുടെ സാധ്യത കൂടെ അതിൻ്റെ മുന്നിൽ കാണുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇനിയും അത് വികസിപ്പിക്കാൻ ഉള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ചും വിറ്റഴിക്കാൻ വലിയ പ്രയാസമില്ലെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ അതിനുവേണ്ട മൂലധനം കണ്ടെത്തണം. അതിനുള്ള ചില മാർഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ നിങ്ങളുടെ ശ്രദ്ധയും അതിൽ കുറേ കൂടെ പരിശീലനം, മാർക്കറ്റിനെ കുറിച്ചുള്ള അറിവ്, ഇതിൻ്റെ ഉൽപ്പന്ന ഗുണം നിർത്തുന്നതിൻ്റെ ചുമതലകൾ എല്ലാം ഉണ്ടാവും. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ജൈവ കൃഷി എല്ലാവരും പറയുന്നത് ഞങ്ങൾ ജൈവ കൃഷി ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ രണ്ട് കാര്യമാണ് പറയുന്നത്. അതായത് രാസവളങ്ങൾ ഇടുന്നില്ല, ജൈവവളങ്ങൾ ഇല്ലെങ്കിൽ രാസമായിട്ടുള്ള ഈ പെസ്റ്റിസൈഡ്സ്, കീടനാശിനി, ജൈവ കീടനാശിനിയാണ്. ഇത് രണ്ടേ പറയുന്നുള്ളൂ. പക്ഷേ ഇതിന് കുറേ ശാസ്ത്രീയമായിട്ടുള്ള മറ്റ് പല മാർഗങ്ങളും അവലംബിക്കണം. മണ്ണ് പരിശോധന മുതൽ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ട തണൽ നിന്നുള്ള ഒരു സംഘടനയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയതും അവരുടെ അഭിപ്രായങ്ങളും അറിവും ശേഖരിച്ച് അവരുടെ പരിശീലനത്തിന് വിധേയമായി ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ നീങ്ങേണ്ടത് എന്നുള്ളതാണ്. അതും വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. മൂന്നാമതായിട്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട പല കാര്യങ്ങളും ഉണ്ട്. എങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യം കാരുണ്യ പ്രവർത്തനങ്ങളാണ്. അപ്പം നിങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പദവി ഉയർത്തുന്നതിനോടൊപ്പം തന്നെ അതിലും വളരെ നിർഭാഗ്യവാന്മാരായിട്ടുള്ള കുടുംബങ്ങളും അംഗങ്ങളും ഉള്ള നമ്മുടെ നാട്ടിൽ അവർക്ക് കൂടി പരിഗണന കൊടുത്തുകൊണ്ട് അവരെ കൂടി കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതൊരു വലിയൊരു എല്ലാവരും കൂടി ഇരുന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഓരോരോ മനസ്സുകൾ കൂടി അതൊരു വലിയൊരു മനസ്സായി മാറുന്നു. 25-ൽ 18 തന്നിരിക്കും. 25-18 നിവേദ മാമിനോട് ചോദിക്കാം. പുഴപ്പള്ളി CDSന് ഞാൻ നൽകുന്നത് 25-ൽ 18. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഒന്ന്, എനിക്ക് വയലിലിറങ്ങി കൃഷി ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞ ചേച്ചി, അതുപോലെ സ്ത്രീ ആയിരിക്കുക, സ്ത്രീകൾ മാത്രമുള്ള ഒരു വീടായിരിക്കുക മുതലായത് ഒരു പരിമിതിയേ അല്ലാന്ന് ധൈര്യത്തോടെ പറഞ്ഞ പ്രഭ, അതുപോലെ സൗമ്യ, അമ്പിളി, ഇവരുടെയൊക്കെ ഒരു ഭാവിയിലേക്ക് പോകാനായിട്ടുള്ള ആ കരുത്ത്, മുന്നോട്ട് പോകാനുള്ള കരുത്ത്, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ എനിക്ക് വളരെ സന്തോഷമായി തോന്നി. അതിനുള്ള താങ്ങായി നിന്നത് കുടുംബശ്രീയുടെ ഈ ഒരു പിന്തുണാ സംവിധാനമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. പിന്നെ നമ്മുടെ കുട്ടിപ്രാസംഗികർ ഒരുപാട് പ്രസംഗിച്ചു, അതുപോലെ അവർ പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പുഴപ്പള്ളി CDSന് ഞാൻ നൽകുന്നത് 25-ൽ 18 മാർക്ക്. 25-18. ചെയർപേഴ്സൺ സുമ മാഡം അധികമൊന്നും സംസാരിച്ചില്ലെങ്കിലും മറ്റെല്ലാവരുടെയും എല്ലാ യൂണിറ്റുകളുടെയും പ്രവർത്തനത്തിൽ എനിക്ക് തോന്നുന്ന ചെയർപേഴ്സന്റെ ഒരു ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. 15-ൽ 12 മാർക്കാണ്. 15-ൽ 12. 10-ൽ 8 മാർക്ക്. 10-ൽ 8 മാർക്ക്. പുഴപ്പള്ളി CDS പലതുകൊണ്ടും വ്യത്യസ്തം തന്നെയാണ്. വ്യക്തികളെ കൊണ്ടും പദ്ധതികളെ കൊണ്ടും വ്യത്യസ്തമായ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പുഴപ്പള്ളി CDSന് ലഭിച്ചിരിക്കുന്ന ആകെ മാർക്ക് 100-ൽ 74. മണിക്കൂർ കാട്ടിലൂടെ നടന്ന് കുടുംബശ്രീ പ്രവർത്തനം നടത്തുന്ന ഇടുക്കിയിലെ പൊന്നമ്മ കുട്ടപ്പനെ കുറിച്ച് ഞങ്ങൾ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ മറ്റൊരാളെ കൂടി പരിചയപ്പെട്ടു. B.Ed വിദ്യാർത്ഥിനിയായ സൗമ്യയെ. പഠനത്തോടൊപ്പം കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്കും സമയം കണ്ടെത്തുന്ന മിടുമിടുക്കി. സൗമ്യയുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് വെളുപ്പിനെ 4 മണിക്കാണ്. സൗമ്യയെ പോലെ കർമ്മനിരതരായ ഒട്ടനവധി സൗമ്യമാരെ കുടുംബശ്രീ ഇതിനോടകം തന്നെ വാർത്തെടുത്തു കഴിഞ്ഞു. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ മറ്റൊരു പുതിയ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.
ഇനി ഞങ്ങൾ പറയാമെന്ന ഷോയുടെ കാര്യം ചൊല്ലാം, ഷോയുടെ കാര്യം ചൊല്ലാം. മായവുമില്ല മന്ത്രവുമില്ല, ഉള്ളത് മാത്രം ചൊല്ലാം, ഉള്ളത് മാത്രം ചൊല്ലാം. സ്ത്രീധൻ മികവുകൾ കാട്ടാനുള്ളൊരു ഉത്തമ മാർഗം കുടുംബശ്രീ, സ്ത്രീധൻ മികവുകൾ കാട്ടാനുള്ളൊരു ഉത്തമ മാർഗം കുടുംബശ്രീ. ADS-ഉം CDS-ഉം ഞങ്ങളുടെ നട്ടെല്ലാണല്ലോ, ADS-ഉം CDS-ഉം ഞങ്ങളുടെ നട്ടെല്ലാണല്ലോ.